ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ബേക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന കേക്കാണ്. ഇതിന് ഓവനും പാനും ഒന്നും ആവശ്യമില്ല. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ബിസ്ക്കറ്റ് എടുക്കാം. ഇതിൽ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ടീ ബിസ്ക്കറ്റ് വേണേലും എടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് എല്ലാം ഞാൻ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് നന്നായിട്ട് മിക്സ് ആകണം. കട്ട കിട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബട്ടർ വേണം. 1/3 കപ്പ് ബട്ടർ, 75 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവിൽ വെച്ചിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് ഇത് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒടിച്ചു വച്ചേക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ബിസ്ക്കറ്റ് നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. പാനിൽ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, ക്ലിങ് ഫിലിം. എളുപ്പത്തിൽ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിലേക്ക് ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇത് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 2 ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. 60 ഗ്രാം ചോക്ലേറ്റ്. ചേർത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ കുറേശ്ശെയാണ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇത് 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.